ഇന്നത്തെ വീഡിയോ നമുക്ക് അടുക്കളയിൽ നിന്ന് തുടങ്ങാവേ. ദോശയും ചമ്മന്തിയും ഉണ്ടാക്കണം. രാവിലത്തെ ഫുഡ് ഇന്ന് ദോശയും ചമ്മന്തിയാണ്. നോൺ സ്റ്റിക്ക് പാനാണെങ്കിലും ചൂടായ ശേഷം ഒരു 2-3 തുള്ളി അല്ലെങ്കിൽ ഒരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിങ്ങനെ ഇറ്റിച്ച് കൊടുക്കുക. അതിനുശേഷമാണ് ദോശമാവ് എടുത്തൊഴിക്കുന്നത്. മാവ് കോരി ഒഴിച്ച് പരത്തിയതിന് ശേഷവും വെളിച്ചെണ്ണ ഇങ്ങനെ ഇറ്റിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. നെയ്യിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടം വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ്. ഇന്ന് ദോശയുടെ കൂടെ തേങ്ങാ ചമ്മന്തിയല്ല, പരിപ്പ് തക്കാളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദോശ റെഡിയായി. ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു 10-12 ദോശയെങ്കിലും ചുട്ടെടുക്കണം. നോൺ സ്റ്റിക്കിൻ്റെ പാനും സ്റ്റീലിൻ്റെ ചട്ടുകവും പാടില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ദോശ മറിച്ചിട്ട് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ചട്ടുകം തന്നെ വേണം. ഹാൻഡിൽ വിത്ത് കെയർ എന്നുള്ളത് മനസ്സിലുള്ളത് കൊണ്ട് നോൺ സ്റ്റിക്ക് പാൻ പോലും അറിയത്തില്ല സ്റ്റീലിൻ്റെ ചട്ടുകമാണ് ആ പരിസരത്തോട് ഓടി നടക്കുന്നതെന്ന്. അപ്പോൾ ദോശ ഒരിടത്ത് ചുടുന്നുണ്ട്, ഇതിനിടയ്ക്ക് ഇവിടെ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചമ്മന്തി വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ ഈ പരിപ്പ് തക്കാളി ചമ്മന്തി. ഇതിന് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ചെറിയ തക്കാളിയും 2 ചെറിയ സവാളയും ഒരു 4 അല്ലി വെളുത്തുള്ളി, പിന്നെ ആ ദോശമാവ് കോരി വെച്ച തവിയില്ലേ, ആ തവിയുടെ ഉള്ളിൽ കൊള്ളുന്ന അത്രയും കടലപ്പരിപ്പോ അല്ലെങ്കിൽ സാമ്പാർ പരിപ്പോ. ചീനച്ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പരിപ്പിട്ട് ആദ്യം മൂപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ തക്കാളിയും സവാളയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഈ ഓഫ് ചെയ്യുക. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കുറുക്ക് പരുവത്തിന് കിട്ടുന്ന രീതിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സിയിൽ അടിച്ചെടുക്കണം. മിക്സിയുടെ ആ ജാറിൽ നിന്ന് നേരെ ആ ചീനച്ചട്ടിയിലോട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറുക്ക് പരുവത്തിലാക്കി എടുക്കാം. നമുക്ക് ചൂടാക്കൊന്നും വേണ്ട, ഇങ്ങനെ ഉപയോഗിക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തിളപ്പിച്ചാറിയ വെള്ളം വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. തലേന്നത്തെ അടിപൊളി ബീഫ് കറി ഉണ്ടായിരുന്നു, അതും ഞാൻ ചൂടാക്കുന്നുണ്ട്. ദോശയും ബീഫ് കറിയും വേണമെങ്കിൽ കഴിക്കാം, ദോശയും ചമ്മന്തിയും വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അങ്ങനെ ഞാൻ എനിക്ക് കഴിക്കാനുള്ള ദോശയും ചമ്മന്തിയും ചായയൊക്കെ ആയിട്ട് വളരെ സ്വസ്ഥമായിട്ട് അങ്ങ് കഴിച്ചിട്ട് പള്ളിയിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇത്രയും വലിയ സ്ത്രീ എന്തായാലും ഒരു ദോശ കഴിക്കത്തുള്ളൂ, അതോ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദോശ എടുത്ത് നിങ്ങൾ ചിന്തിച്ചു. ഇന്ന് എന്തായാലും ഒരു ദോശ കഴിക്കാനുള്ള മൂഡേ ഉള്ളൂ, എന്തായാലും ചായ കുടിക്കണം. അപ്പോൾ ചായയുടെ കൂടെ കടിയും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കാനുള്ള മൂഡും ഇല്ല, എന്നാൽ കഴിക്കാതെ പോകാനും പറ്റത്തില്ല. കാരണം ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു 1-1.5 മണിയെങ്കിലും ആ ഉച്ചയ്ക്ക് തിരിച്ചെത്തുമ്പോഴേക്കും. അങ്ങനെ എൻ്റെ ലഘുഭക്ഷണവും ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പള്ളിയിൽ പോകാനുള്ള ഡ്രസ്സ് അയൺ ചെയ്തെടുക്കുവാണ്. ഇപ്പം ഞാൻ അയൺ ചെയ്യുന്ന എൻ്റെ ഈ ചുരിദാർ ഒത്തിരി പേര് നല്ലതാണെന്ന് അഭിപ്രായം പറഞ്ഞൊരു ചുരിദാറാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവേ. പാൻറ്റും ഷോളും ടോപ്പും സെയിം മെറ്റീരിയൽ ആണ് കേട്ടോ. ഈ ചുരിദാർ സെറ്റിൻ്റെ മെറ്റീരിയൽ റേറ്റിന് വന്നിരിക്കുന്നത് 40 രൂപയാണ് കേട്ടോ ഒരു മീറ്റർ തുണിക്ക്. ചുരിദാറിൻ്റെ നെക്കിൽ ഞാൻ കോപ്പർ കളർ 6 രൂപ വില വരുന്ന, മീറ്ററിന് 6 രൂപ വില വരുന്ന ലേസാണ് കേട്ടോ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഒരു വി നെക്കാണ് തയ്പ്പിച്ചേക്കുന്നത്. ഈ സെയിം ലേസ് തന്നെ 3/4 കൈയുടെ അറ്റത്തും പിടിപ്പിച്ചിട്ടുണ്ട്. ഷോളിൻ്റെ അറ്റത്ത് റെഡ് കളർ ലേസാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ലേസ് അല്ല, വേറെ എന്തോ ആണ് അതിന് പറയുന്നത്, എൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാനൊരു ചുരിദാർ ലവർ ആയതുകൊണ്ട് ഇതുപോലെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മെറ്റീരിയൽ എല്ലാം എടുത്ത് ലേസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തയ്പ്പിച്ചിടുവാണ് കേട്ടോ പതിവ്. നമുക്കിനി ഒരു ഔട്ട്ഡോർ ഷൂട്ട് കാണാവേ. ഇതാണ് ആ ചുരിദാറിൻ്റെ കംപ്ലീറ്റ് ലുക്ക്. ഈ മെറ്റീരിയൽ പിഞ്ചോ അല്ലെങ്കിൽ കളർ പോകുമോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒത്തിരി തവണ ഇട്ട് മതിയും കൊതിയും തീർന്ന ഒരു ചുരിദാറാണ്. മീറ്ററിന് 40 രൂപ മുടക്കുള്ള ഈ തുണി ഇത്രയും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ എനിക്ക്. പള്ളിയിൽ നിന്ന് കുർബാനയ്ക്ക് ശേഷം വികാരിയച്ചൻ്റെ ഫീസ്റ്റ് ആഘോഷവും അതുപോലെ മതബോധന വാർഷികമൊക്കെ ആയിരുന്നു. പ്രോഗ്രാമിന് ഒരു ചെറിയ ഡ്യൂട്ടി എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഫുൾ ടൈം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ സ്റ്റേജിൽ ഇപ്പോൾ പ്രസംഗിക്കുന്നത് എൻ്റെ വലിച്ചാച്ചനാണ് കേട്ടോ. വലിച്ചാച്ചൻ ഇങ്ങനെ സ്റ്റേജിലൊക്കെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഒത്തിരി അഭിമാനം തോന്നാറുണ്ട്. ഐ എം സോ പ്രൗഡ് ഓഫ് ഹിം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാവേ.